സംസ്ഥാനത്ത് ലഹരി മാഫിയയെ പൂട്ടാനുള്ള ഓപ്പറേഷൻ ഡി ഹണ്ടുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി ലഹരി വിൽപ്പനക്കാരെ പിടികൂടിയിരുന്നു. പലയിടത്തും വൻതോതിൽ ലഹരി ശേഖരവും പിടികൂടി. വരും ദിവസങ്ങളിലും കർശന നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതേസമയം സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന കൊലപാതകങ്ങൾക്കും ലഹരി വ്യാപനത്തിനുമെതിരെ UDF-ന്റെ ഉപവാസ സമരവും ഇന്ന് നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ്. നവമി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ ലഹരി പിടിക്കുന്നതിന്റെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അതൊരു പക്ഷേ ലഹരി കൂടി എന്നതിനുപരി കൃത്യമായ പരിശോധന നടക്കുന്നു, കൃത്യമായി ഇത് പിടിയിലാകുന്നു എന്നതിന്റെ കൂടി സൂചനയാണ്. ഓപ്പറേഷൻ ഡി ഹണ്ട് ഈ വാർത്തകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു സമൂഹത്തിൽ ഒരു വലിയ വികാരം, ലഹരിക്കെതിരെ ഒരു പോരാടുന്നതിനുള്ള ഒരു വികാരം കൂടി ഉണരുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് മുന്നോട്ട് പോകുന്നത്? ശ്രീജി പറഞ്ഞത് കറക്റ്റാണ്. അത് ഇത്രയും നാളും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഈ ലഹരിയുടെ ഒഴുക്ക് വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യമായിരുന്നു. പക്ഷെ പോലീസിന്റെ ഒരു പരിശോധന അത് എത്രമാത്രം ഫലം കണ്ടു എന്നതിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ അടുത്തിടെ ഉണ്ടായിരിക്കുന്ന കൊലപാതകങ്ങളിലെല്ലാം അല്ലെങ്കിൽ അക്രമ സംഭവങ്ങളിലെല്ലാം ലഹരിയുടെ സാന്നിധ്യം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. ലഹരിക്ക് അടിമയാക്കപ്പെട്ട കുട്ടികളാണ് ഇത്രയും വലിയൊരു ആക്രമണം നടത്തുന്നത്. അല്ലെങ്കിൽ ഒരു കൂട്ടം യുവാക്കൾ ലഹരിക്ക് അടിമപ്പെട്ട് ആക്രമണം നടത്തുന്ന സംഭവം, അത് രാത്രിയെന്നോ പകലോ എന്നില്ലാതെ മനുഷ്യർക്ക് സ്വസ്ഥമായി ഇറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ ലഹരി കാരണം ഉണ്ടായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പോലീസ് പലപ്പോഴും 1-2 കേസുകൾ പിടികൂടുന്നു, അവരെ ജാമ്യത്തിലിറങ്ങി രക്ഷപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് ശക്തമായിട്ടുള്ള ഒരു പരിശോധന നടത്തുവാനോ അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ഒരു ശിക്ഷ നടപ്പാക്കുവാനോ ഒരു ബോധവൽക്കരണം നടത്താനോ ഒന്നും തയ്യാറായിരുന്നില്ല. ഈ അടുത്തിടെ ഉണ്ടായ ഈ ആക്രമണങ്ങൾ അല്ലെങ്കിൽ പോലീസിനെതിരെ ഉണ്ടായ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ശക്തമായിട്ടുള്ള ഒരു പരിശോധനയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. കൊച്ചി നഗരത്തെ സംബന്ധിച്ച് ലഹരി സുലഭമായി കിട്ടുന്ന പലയിടങ്ങളുണ്ട്. ഇത് നാട്ടുകാരൊക്കെ പലപ്പോഴും പോലീസിന് പരാതിയായി പറയുന്നുണ്ട്. പക്ഷെ പോലീസ് പലപ്പോഴും ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭാവം കാരണം കൃത്യമായ പരിശോധന നടത്തുന്നില്ല എന്ന് പറയുന്നു. പട്രോളിങ്ങിനടക്കം പോലീസ് ശക്തമായി രംഗത്തിറങ്ങാത്തൊരു സാഹചര്യം കൂടിയായിരുന്നു. അതെല്ലാം മാറ്റിക്കൊണ്ടാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കൊച്ചി നഗരങ്ങളിൽ വലിയ രീതിയിലാണ് പോലീസിന്റെ പരിശോധനയുള്ളത്. ഇതിൽ സംശയാസ്പദമായുള്ള സാഹചര്യത്തിലുള്ള കുട്ടികളെ അല്ലെങ്കിൽ യുവാക്കളെ പിടികൂടുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്നുമൊക്കെ ലഹരി പോലീസിനെ കണ്ടെത്താനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വിദ്യാർത്ഥികൾക്ക് ലഹരി നൽകുന്ന ഒരു യുവാവിനെ പിടികൂടിയിരുന്നു. അത് വരാപ്പുഴയിലാണ്. വരാപ്പുഴ ഭാഗത്ത് വിദ്യാർത്ഥികൾക്ക് ലഹരി നൽകിയിരുന്ന ഒരു യുവാവാണ് പിടിയിലായത്. പറവൂർ ഏലൂക്കര സ്വദേശി മുഹമ്മദ് നഫീസാണ് പിടികൂടിയത്. ഇയാളിൽ നിന്നും 4.2 ഗ്രാം MDMA പിടിച്ചെടുത്തു. ഇത് ലഹരി തൂക്കി വിൽക്കുന്നതിന് ഉപയോഗിച്ച ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് വെയിറ്റിംഗ് മെഷീനും സിപ്പ് ലോക്ക് കവർ എന്നിവയും പോലീസ് പിടികൂടുകയും ചെയ്തു. അങ്ങനെ പോലീസിന്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു ശക്തമായിട്ടുള്ള പരിശോധനയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നത്. ഒപ്പം ഈ പെരുമ്പാവൂരാണ് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്നത്. ഇവിടെയൊക്കെ ലഹരി സുലഭമായി കിട്ടുന്നുണ്ട് എന്ന് പല ആവർത്തി നാട്ടുകാരൊക്കെ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പോലീസിന്റെ ഒരു പരിശോധന അത് അത്രയേറെ ശക്തമായിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങൾ അവിടെയൊക്കെ നടത്തിയ പരിശോധനയിലൊക്കെ അതിഥി തൊഴിലാളികൾ കഞ്ചാവും മറ്റ് ലഹരിയുമായിട്ടൊക്കെ പിടികൂടിയിട്ടുണ്ട്. അങ്ങനെ ജില്ലയിൽ വ്യാപകമായിട്ടുള്ള ഒരു പരിശോധന തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് എടുത്തു പറയേണ്ടത്, നമ്മൾ ഇന്നലെ കണ്ടതാണ് ഈ പറവൂരിൽ ഈ നഞ്ചക്ക് ഉപയോഗിച്ച് സ്കൂൾ വിദ്യാർത്ഥികളെ തല്ലി ചതയ്ക്കുന്ന ഒരു ദൃശ്യം. അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഏറെ വിവാദമായി. പക്ഷെ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നൊക്കെ വലിയ ആരോപണം ഉയർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. ഈ സ്കൂൾ യൂണിഫോം കേന്ദ്രീകരിച്ച് അത് കുട്ടികളിലേക്ക് എത്താൻ കഴിയുമെന്നൊരു കാര്യമാണ് പോലീസ് ഉറപ്പിച്ച് പറയുന്നത്. പക്ഷെ അപ്പോഴും അത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി പോലീസിനെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ മാത്രമാണ് അവരൊരു അന്വേഷണത്തിലേക്ക് പോകുന്നത്. അതിനപ്പുറത്തേക്കൊരു സുരക്ഷ ശക്തമാക്കുന്നില്ല. ആ ഏരിയയിലൊക്കെ എപ്പോഴും കുട്ടികൾ ഇത്തരത്തിൽ അടികൂടാറുണ്ടെന്നും അവിടെ ലഹരി ഉപയോഗമുണ്ടെന്നും സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്, മദ്യപിക്കുന്നുണ്ട്. അത് പൊതു ഇടങ്ങളിലൊക്കെ ബസ് സ്റ്റാൻഡ് പരിസരത്തൊക്കെ മദ്യപിക്കുന്നുണ്ടെന്നൊക്കെ പലതവണ നാട്ടുകാരും ഈ കട ഉടമകളും ഒക്കെ പോലീസിനോട് പരാതി നൽകിയതാണ്. പക്ഷെ അവിടെയൊന്നും ഒരു പരിശോധന നടത്തുവാനോ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ചുവട് പോലും വെക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. വലിയ ആരോപണമൊക്കെ ഉയർന്നതിനിടയിലാണ് ആ വിഷ്വലും ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് അതൊരു അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന രീതിയിലേക്ക് പോലീസും
തയ്യാറെടുത്തിരിക്കുന്നത്. എന്തായാലും കൊച്ചി നഗരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ലഹരി പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശോധന, അത് ഉറവിടം കണ്ടെത്തി അതിനെ നശിപ്പിക്കുക എന്ന രീതിയിലേക്ക് പോലീസ് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ശരി, നവമിയാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം രാഷ്ട്രീയമായി തന്നെ ഇതിനെതിരെ ഒരു വലിയ പ്രതിരോധം ഉയർന്നു വരുന്നുണ്ട്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾക്കും ലഹരി വ്യാപനത്തിനുമെതിരെ UDFന്റെ ഉപവാസ സമരം ഇന്ന് നടക്കുകയാണ്. നോ ക്രൈം നോ ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഉപവാസം നടത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യും. TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കകത്ത് ഒരു പൊതുവികാരം നമ്മൾ കണ്ടതാണ്. ഇത്രയും വലിയൊരു വിപത്തിനെതിരെ നമ്മുടെ യുവ തലമുറയെ, നമ്മുടെ കുട്ടികളെ മുഴുവൻ പിടികൂടുന്ന ഈ വിപത്തിനെതിരെ ഒന്നിച്ചു നിൽക്കേണ്ടത് ആവശ്യമാണ്. ഇതിനൊരു മുൻകൈ, ഈ ഒരു രാഷ്ട്രീയ പ്രതിരോധം എങ്ങനെയാണ് UDF തീർക്കുന്നത്? തീർച്ചയായിട്ടും. ഗുഡ് മോർണിംഗ് ശ്രീജ. ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ ഒരു പൊതുസമൂഹം ഇതിനെതിരെ ഒരു വികാരം രൂപപ്പെടുന്നു എന്നതാണ് ഇതിന്റെ പശ്ചാത്തലം. സംസ്ഥാനത്ത് മുമ്പും ലഹരി കേസുകൾ ഉണ്ടായിട്ടുണ്ട്, അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അടുത്തിടെ സംഭവിക്കുന്ന എല്ലാ അക്രമ സംഭവങ്ങൾക്കും പിന്നിൽ, പ്രത്യേകിച്ച് യുവാക്കൾ പങ്കാളികളാവുന്ന ഈ അക്രമ സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ ലഹരി ബന്ധമുണ്ട് എന്ന തരത്തിൽ അതിന്റെ തെളിവുകളടക്കം പുറത്തു വരുന്നുണ്ട്. ഇതാണ് ഈ മുമ്പെങ്കുമില്ലാത്ത തരത്തിലേക്ക് ഈ വിഷയം രാഷ്ട്രീയ പ്രാധാന്യം അല്ലെങ്കിൽ പൊതുസമൂഹം നിയമസഭയിലൊക്കെ ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കിയത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കണ്ടതാണ്. അതിന്റെ തുടർച്ചയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. രണ്ട് തരത്തിലുള്ള നീക്കം പ്രതീക്ഷിക്കാം. ഒന്ന്, സർക്കാർ തലത്തിൽ എക്സൈസ് വകുപ്പ് ചില സുപ്രധാന നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു. മറ്റൊന്ന്, പ്രതിപക്ഷം ഇത് രാഷ്ട്രീയമായി തന്നെ ഒരു പ്രതിഷേധമായി അല്ലെങ്കിൽ കൂടുതൽ ബോധവൽക്കരണം എന്ന തരത്തിലേക്ക് ഇതിനെ ഏറ്റെടുക്കുന്നു എന്നതാണ് തലസ്ഥാനത്ത് ഇന്ന് പ്രതീക്ഷിക്കുന്ന രണ്ട് സാഹചര്യങ്ങൾ. ഒന്ന്, എക്സൈസ് വകുപ്പ് ഇക്കാര്യത്തിൽ നടത്താൻ പോകുന്ന ഒരു നീക്കം നമുക്ക് മനസ്സിലാവുന്നത്, തുടർച്ചയായി ഇത്തരം ലഹരി കേസുകൾ, ലഹരി ഇടപാടുകളിൽ ബന്ധപ്പെടുന്നവരെ മുൻകൂർ വിചാരണയില്ലാതെ തന്നെ തടങ്കിലിടാനുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ്. അത്തരം നീക്കങ്ങൾ ഉണ്ടാവും. ഒപ്പം തന്നെ ഡി-ഹണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ സംശയകരമായ ലഹരി കേന്ദ്രങ്ങൾ, ലഹരി ഉണ്ട്, ലഹരിയുടെ ഇടപാടുകൾ നടക്കുന്നു എന്ന് സംശയിക്കുന്ന കേന്ദ്രങ്ങളിൽ പ്രത്യേക പരിശോധന, ഷാഡോ പോലീസിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുക, ഇത്തരം നീക്കങ്ങളിലേക്ക് എക്സൈസ് പോലീസ് സംഘങ്ങളുടെ നീക്കങ്ങൾ കടന്നു കഴിഞ്ഞു. അതിന്റെ ഭാഗമായുള്ള പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തുടരുന്നു എന്നതാണ് സർക്കാർ കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നത്. ഇതിന് പുറമെ എക്സൈസ് കരുതൽ തടങ്കൽ സാധ്യതകളിലേക്ക് അടക്കം മുന്നോട്ട് പോകുന്നു എന്ന മറ്റൊരു നീക്കം കൂടിയുണ്ട്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഒരു ബോധവൽക്കരണം, സർക്കാരിനെതിരെ കൂടുതൽ ആർജവമായ നടപടികൾ ഉണ്ടാവുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ തരത്തിൽ ഒരു നീക്കവുമായി വരുന്നത്. അതായത് പൊതുസമൂഹം ഈ ലഹരിക്കും ഒപ്പം തന്നെ കുട്ടികളിലെ ഈ അക്രമവാസനകൾക്കുമെതിരെ ജാഗ്രത പുലർത്തണമെന്ന നീക്കവുമായാണ് വരുന്നത്. കോൺഗ്രസിന്റെയും UDFന്റെയും പ്രധാന നേതാക്കളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി. 10 മണിയോടുകൂടി ഈ പരിപാടി നടക്കും. എന്തായാലും നമ്മുടെ പൊതുസമൂഹം നിയമസഭയിൽ ചർച്ച ചെയ്തതുപോലെ പൊതുസമൂഹം ഈ വിഷയത്തിൽ വലിയ ജാഗ്രത കാട്ടേണ്ടതുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാവേണ്ടതുണ്ട്. ഇതാണിപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും സംസ്ഥാനത്ത് നടന്നു വരുന്ന പരിശോധനകൾക്ക് തുടർച്ചയായി രാഷ്ട്രീയ പാർട്ടികളും മറ്റു പൊതുസമൂഹങ്ങളും സംഘടനകളും ഒക്കെ ഈ വിഷയത്തിൽ കൂടുതൽ സജീവമായി ഇടപെടലുമായി രംഗത്ത് വരികയാണ്. തീർച്ചയായും സമൂഹത്തിന്റെ കൂടി പിന്തുണയോടെ അങ്ങനെ ഒരു വലിയ പ്രതിരോധം തീർത്താൽ മാത്രമേ ഈ വലയിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയൂ. നമ്മുടെ കുട്ടികളെ ഈ കുരുങ്ങിക്കിടക്കുന്ന വലയ്ക്കകത്ത് പെടാതെ രക്ഷിക്കാൻ കഴിയൂ. അതിനുള്ള ഒരു ആത്മാർത്ഥമായ പരിശ്രമമാണ് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, മറ്റൊരു വ്യത്യാസവുമില്ലാതെ ഉണ്ടാവേണ്ടത്. അതിനൊരു തുടക്കമാവുകയാണ് ഈ സമയം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.